ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ അനൂപിനെ കാണാനായി ചെന്നിരിക്കുന്ന അർച്ചനയും സച്ചിയുമാണ്. അനൂപിന്റെ അവസ്ഥ കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. അനൂപിന് ഇതെന്താ പറ്റിയത്, പോലീസുകാർ തല്ലിയതാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അല്ലെന്നും ആ ചെങ്കൽ മധുവിന്റെ ഗുണ്ടകളാണെന്നും പറഞ്ഞുകൊണ്ട് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അർച്ചനയോട് പറയുകയാണ് അനൂപ്. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അർച്ചന മനസ്സിൽ പറയുകയാണ്, എൻ്റെ ഈശ്വര, ഞാൻ കണ്ട സ്വപ്നമല്ലേ ഇപ്പോൾ യാഥാർത്ഥ്യമായത്. എന്താണെങ്കിലും ഞാനിപ്പോൾ ഇതൊന്നും ആരോടും പറയുന്നില്ല. ഇനി അത് മതി അവർക്കൊക്കെ ടെൻഷനാകാനെന്ന് അർച്ചന മനസ്സിൽ പറയുന്നു. സച്ചി എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കണമെന്നും എനിക്ക് മോളെയും മീരയും അച്ഛനെയും അമ്മയും ഒക്കെ ഒന്ന് കാണണമെന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനൂപ്. അനൂപേട്ടൻ വിഷമിക്കേണ്ട, നല്ലൊരു വക്കീലിനെ തന്നെ ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അനൂപേട്ടന് ഇവിടുന്ന് ഇറങ്ങാനും സാധിക്കുമെന്ന് സച്ചി പറയുകയാണ്. അതേസമയം എന്തെങ്കിലും കോംപ്രമൈസിന് അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിനെ ചെയ്യുമെന്ന് അർച്ചനയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജോത്സ്യരെ കാണാനായി വന്നിരിക്കുന്ന അവന്തികയും സേതുമാധവനെയുമാണ്. അങ്ങനെ സേതുമാധവൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്തിക ആ ജോത്സ്യനെ നോക്കുകയാണ്. ജോത്സ്യനും അവന്തികയെ കണ്ണടച്ച് കാണിക്കുന്നു. അങ്ങനെ തിരുമേനി കവടി നിരത്തുന്നതാണ് കാണിക്കുന്നത്. അവിടെ കുടുംബത്തിൽ എല്ലാവരും വലിയ പ്രശ്നത്തിലാണെന്നും എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നും അവന്തിക പറയുമ്പോൾ അവന്തിക പറഞ്ഞത് ശരിയാണെന്നും എന്ത് ദോഷമാണെങ്കിലും അത് പരിഹാരത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമല്ലോ. തിരുമേനി ഞങ്ങൾക്ക് പ്രതിവിധിയും കുറിച്ചു തരണമെന്ന് സേതുമാധവനും പറയുന്നു. തുടർന്ന് ജോത്സ്യൻ പറയുകയാണ്, ഇത് ഒരു വലിയ വിപത്ത് തന്നെയാണ് കാണിക്കുന്നത്. കുടുംബം, സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, സമ്പത്ത് എല്ലാം തന്നെ കൈവിട്ടു പോകും. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ അവന്തിക ഇരിക്കുമ്പോൾ ഇതിന് പരിഹാരമൊന്നുമില്ലേ എന്ന് സേതുമാധവൻ ചോദിക്കുന്നു. പരിഹാരമൊക്കെയുണ്ട്, പക്ഷെ ആ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാമെന്നും എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാമെന്നും സേതുമാധവൻ പറയുമ്പോൾ ആ ജോത്സ്യൻ പറയുകയാണ്, ഒരു പുനർജന്മമാണ് നടക്കാൻ പോകുന്നത്. 6 തലമുറയ്ക്കപ്പുറം പൂർവികരുടെ ചില കാരണങ്ങളാൽ ജീവൻ വെടിയേണ്ടി വന്ന ഒരു ആത്മാവ് പച്ചയ്ക്കായിരുന്നു ജീവനോടെ കൊളുത്തിയത്. ആ ആത്മാവ് നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയോ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സേതുമാധവൻ ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ല, വീട്ടിലാരെങ്കിലും ഗർഭിണിയായിട്ടുള്ളവരുണ്ടോ എന്ന് ജോത്സ്യൻ ചോദിക്കുമ്പോൾ മകളുണ്ടായിരുന്നെന്നും പക്ഷെ അത് ആബോട്ടായി പോയെന്നും ഇപ്പോൾ മരുമകൾ ഗർഭിണിയാണെന്നും സേതുമാധവൻ പറയുന്നു. ആ കുഞ്ഞങ്ങനെ വെറുതെ പോയതല്ല, അതിനെ ഇല്ലാതാക്കിയതാണ്. ഈ ദുരാത്മാവ് ഈ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തതിന് ശേഷമാണ് അപകടങ്ങളെല്ലാം തന്നെ ഉണ്ടായി തുടങ്ങിയത്. ഇതിനൊരു പരിഹാരമുണ്ടെന്നല്ലേ ജോത്സ്യൻ പറഞ്ഞത്, അതെന്താണെന്ന് അവന്തിക ചോദിക്കുന്നു. പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ദുരാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാൻ പാടില്ല. വീട്ടുകാരെ മുഴുവൻ രക്ഷിക്കാനായി ഒരു വഴി മാത്രമേ ഉള്ളൂ, ആ കുഞ്ഞ് ഇവിടെ ജനിക്കാനേ പാടില്ല. ആ ജനനം തടഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ഐശ്വര്യവും സമ്പത്തും എല്ലാം വരികയുള്ളെന്നും ഇവിടെ എത്രയോ ഹോസ്പിറ്റലുകളിൽ ഇതെല്ലാം ചെയ്യുന്നത് സാധാരണയാണെന്നും അതുകൊണ്ടൊന്ന് പോയി നോക്കാനും ജോത്സ്യൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ചോദിക്കുകയാണ്, അല്ല ജോത്സ്യനെ, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവരോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? തുടർന്ന് സേതു പറയുകയാണ്, ഒരു കുഞ്ഞിനു വേണ്ടി അവർ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് വിഷമിച്ചു, ഒരുപാട് ഡോക്ടർമാരെയും കണ്ടു, എന്നിട്ട് അവസാനം ഇപ്പോഴാണ് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ എന്ത് പറയാനാണെന്ന് സേതു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജോത്സ്യൻ അവരെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അനൂപിനെ കണ്ടതിന് ശേഷം SIയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് സച്ചിയും അർച്ചനയും. നിങ്ങളുടെ അനിയന്റെ കോലം കണ്ടല്ലോ. പോലീസിൽ എനിക്ക് താഴെയും മുകളിലുമായി അയാളുടെ നിരവധി ആളുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ അയാൾ ഇന്നലെ ഇവിടുത്തെ പ്രതിയെ ലോക്കപ്പിൽ തന്നെ കയറിയിട്ട് അടിച്ചതും ഇടിച്ചതുമൊക്കെ. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ലേ സാറ്. സാറിനല്ലാതെ വേറെ ആർക്കും ഞങ്ങളിപ്പോൾ രക്ഷിക്കാനാകില്ലെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അർച്ചന. ഈ കേസിൽ അനൂപ് നിരപരാധിയാണെന്ന്, എന്താണെങ്കിലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും കൊല്ലട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയുള്ളൂ. പകരം എൻ്റെ ഏട്ടനെ ഞാൻ ഏത് വിധേനയും രക്ഷപ്പെടുത്തിയിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ മധുവിനെ കണ്ടത് സംസാരിച്ചു നോക്കാൻ ആ അഡ്വക്കേറ്റ് പറയുമ്പോൾ അവിടെ നിന്ന് സച്ചിയും അർച്ചനയും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്ന സേതുമാധവനെയും അവന്തികയുമാണ്. ഇതങ്ങനെ അവന്തികയോട് പറയുമെന്ന് ടെൻഷനോടെ സേതുമാധവൻ നോക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛാ, എന്താണെങ്കിലും എല്ലാവരും സത്യങ്ങൾ അറിയണം, അതല്പം നേരത്തെ ആയെന്ന് മാത്രം കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ സമാധാനിപ്പിക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.